നമ്മൾ നാരങ്ങ ഇട്ട് കൊടുക്കുവാണേ. ഹലോ ഗായ്സ്, എലീസ ക്രിയേഷൻസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളത് ഒരു അച്ചാറുമായിട്ടാണ് വന്നിരിക്കുന്നത്. അതായത് മിക്സഡ് ഡ്രൈ ഫ്രൂട്ട്സിന്റെ അച്ചാറാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് മുമ്പ് ആദ്യം തന്നെ നമ്മൾ നാരങ്ങ ഒന്ന് നന്നായിട്ട് വഴറ്റി വരുവാണ്. ഈ നാരങ്ങയുടെ കളറൊക്കെ ഒന്ന് മാറി ഒട്ടണം കേട്ടോ, ഒന്ന് ഒട്ടണേ. അതുവരെ ഇങ്ങനെ വഴറ്റിക്കൊണ്ടിരിക്കണം. നമുക്ക് കിട്ടിയത് പച്ച നാരങ്ങ പോയി കേട്ടോ, എന്നാലും സാരമില്ല, അച്ചാർ ഏതായാലും വെടിക്കട്ടായിരിക്കും. നമ്മുടെ നാരങ്ങ അതേ നല്ല കറക്റ്റായിട്ട് വഴന്ന് വന്നിട്ടുണ്ട് കേട്ടോ. അതായത് ചെറുതായിട്ടൊക്കെ പൊട്ടാനൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ നാരങ്ങ മാറ്റി വയ്ക്കുവാണേ. 6 നാരങ്ങ നമ്മൾ എടുത്തിട്ടുള്ളൂ കേട്ടോ. ഈ ഓയിലിലേക്ക് തന്നെ നമ്മളിതേ ഈന്തപ്പഴം കൂടി ഇടുവാണ് കേട്ടോ. ഈന്തപ്പഴം ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുവാണേ. നാരങ്ങയുടെ നീരിങ്ങനെ പുറത്തേക്ക് വന്നുകൊണ്ടാണ് ഈ കറുത്ത കളർ കേട്ടോ. നമ്മുടെ ഈന്തപ്പഴവും ജസ്റ്റ് ഒന്ന് മൊരിഞ്ഞു വന്നിട്ടുണ്ടേ. അപ്പോൾ ആ സമയത്ത് നമ്മൾ അടുത്ത പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കുവാണ്. ഇനി നമ്മൾ ഒഴിക്കാൻ പോകുന്നത് നല്ലെണ്ണയാണ് കേട്ടോ. ശരിക്കും നമ്മുടെ അച്ചാറിനൊക്കെ നല്ലെണ്ണയാണ് കൂടുതൽ ടേസ്റ്റ്. നമ്മുടെ പാത്രത്തിൻ്റെ കളർ മാറിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ നാരങ്ങയുടെയൊക്കെ ആ വഴന്ന് വന്നതിൻ്റെ ആ ഒരു നാരങ്ങ നീരൊക്കെ കിടക്കണ കൊണ്ടാണ്. അപ്പോൾ നമ്മളിപ്പോൾ നല്ലെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ കടുകിടാൻ പോവാണ് കേട്ടോ. നമ്മൾ ആദ്യം തന്നെ കടുകിടുവാണ്. കടുകൊന്ന് ജസ്റ്റ് പൊട്ടി വരുമ്പോഴേക്കും നമുക്ക് ഇത്തിരി ഉലുവയും കൂടി ഇട്ട് കൊടുക്കാവേ. കടുക് ഉലുവയൊക്കെ പൊട്ടിക്കഴിഞ്ഞാൽ അപ്പോൾ ആ സമയത്ത് നമ്മൾ പറിച്ചെടുത്തുകൊണ്ട് വന്ന കാന്താരിയും കൂടി ഇടുവാണേ. കാന്താരി ഒന്ന് പൊട്ടിച്ചിട്ടില്ലാത്തത് കൊണ്ട് തന്നെ ജസ്റ്റ് ഒന്ന് മാറി നിൽക്കണമെന്നാണ്, കുറച്ച് പൊട്ടും കേട്ടോ. ഉടനെ തന്നെ കുറച്ച് ഇഞ്ചി ഇട്ട് വെളുത്തുള്ളി ഒരുമിച്ച് ഇടുവാണ് കേട്ടോ. ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ട് നന്നായിട്ട് മൊരിഞ്ഞു വരട്ടെ. നമ്മൾ കുറച്ചും കൂടി എണ്ണ ഒഴിച്ചു കൊടുത്തായിരുന്നേ. നമ്മുടെ നല്ലെണ്ണ ഒഴിച്ചു കൊടുത്ത് ഒപ്പം തന്നെ വേപ്പിലിട്ട് കൊടുക്കുവാണ്. ഇനി ഇത് നന്നായിട്ടൊന്ന് മൊരിഞ്ഞു വരട്ടെ കേട്ടോ. ശരിക്കും ഇതിനകത്തുള്ള വെള്ളമൊക്കെ ഒന്ന് വലിഞ്ഞ് നല്ലൊരു സൗണ്ടൊക്കെ കേൾക്കണം. അപ്പോഴാണ് നമ്മുടെ ഇതിൻ്റെ പാകമാണ് കേട്ടോ. നമ്മൾ നാരങ്ങയും ഡേറ്റ്സും ഒക്കെ ഇട്ട് ഫ്രൈ ചെയ്ത് ആ പാത്രത്തിൽ തന്നെയാണ് നമ്മളിപ്പോൾ ഇതിട്ട് വഴറ്റണത്. അതുകൊണ്ട് തന്നെ നല്ലൊരു സ്മെല്ലൊക്കെ വരണുണ്ട് ശരിക്കും. പിന്നെ ഈ അച്ചാറിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറേ പഴകി കഴിയുമ്പോഴല്ലേ അച്ചാറിന് കൂടുതൽ ടേസ്റ്റ് ആകണമെന്ന് പറയണം. പക്ഷേ ഈ അച്ചാർ നമുക്ക് ഉണ്ടാക്കി കഴിഞ്ഞ് ഉടനെ തന്നെ കഴിക്കാം. അത്രയും ഒരു പഴമയൊക്കെ തോന്നും കേട്ടോ ഈ അച്ചാറിന്. നാരങ്ങ അരിയുമ്പോഴേക്കും നമ്മുടെ നാരങ്ങയുടെ ഉള്ളിലുള്ള ആ കുരുവൊക്കെ നമുക്ക് കളഞ്ഞേക്കാം കേട്ടോ. അതുണ്ടെങ്കിൽ കയ്പുണ്ടാവും എന്നാണ് പറയണത്. അതുകൊണ്ട് നമുക്ക് കുരു വേണ്ട. നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി എല്ലാം നന്നായിട്ട് മൂത്തിട്ടുണ്ട്. ഇനി ഈ സമയത്ത് നമ്മൾ പൊടികൾ ഇടാൻ പോവാണ്. ഇപ്പോൾ എടുത്തിരിക്കുന്നത് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കായം, ഉലുവപ്പൊടി, പിന്നെ കുറച്ച് ഉപ്പും എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മൾ ഇട്ട് കൊടുക്കുവാണ് ഇതിനകത്തേക്ക്. ഈ ഇഞ്ചിയിലും വെളുത്തുള്ളിയിലൊക്കെയുള്ള കംപ്ലീറ്റ് വെള്ളവും നന്നായിട്ട് വലിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ആദ്യം തന്നെ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുവാണേ. അച്ചാർ കുറേ കാലത്തേക്ക് ഇരിക്കേണ്ടതായതുകൊണ്ട് തന്നെ വെള്ളം ഒട്ടും ഉണ്ടാകരുത്. അതാണ് നമ്മുടെ അച്ചാറിൻ്റെ പ്രത്യേകത. അച്ചാർ ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം. നമ്മൾ മുളക് പൊടി ഇട്ട് കൊടുക്കുവാണേ. മുളക് പൊടിയാണ് കൂടുതൽ വേണ്ടത് കേട്ടോ. നല്ലൊരു ഭംഗിയുള്ള കളറൊക്കെ ആയിട്ടുണ്ട്. ഇനി നമ്മൾ കുറച്ച് ഉലുവാപ്പൊടി ഇട്ട് കൊടുക്കുവാണ്. ഉലുവാപ്പൊടിയും കായവും വളരെ അത്യാവശ്യമാണ് കേട്ടോ അച്ചാറിന്. അപ്പോൾ അതേ നമ്മൾ കായത്തിൻ്റെ ആ പൊടി ഇട്ട് കൊടുത്ത് ഇനി നന്നായിട്ട് മിക്സ് ചെയ്യുവാണേ. ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുത്തേ. ഉപ്പ് നമ്മൾ നോക്കിയിട്ട് ഇനിയും ഇടണം. അപ്പോൾ നന്നായിട്ട് ഈ പൊടികളെല്ലാം നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ആ സമയത്ത് നമ്മൾ നാരങ്ങ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. കുരു കളയണം കേട്ടോ. അരിഞ്ഞു വെച്ച നാരങ്ങ ഇട്ട് കൊടുക്കുവാണ്. നാരങ്ങ ഇട്ടപ്പോഴേക്കും നല്ലൊരു സ്മെല്ലൊക്കെ വന്നിട്ട് കേട്ടോ. ഈ സമയത്ത് നമ്മൾ ഈന്തപ്പഴം കൂടി ഫ്രൈ ചെയ്ത് വെച്ച ഈന്തപ്പഴം കൂടി ഇട്ട് കൊടുക്കുവാണേ. ഇനി നമ്മളത് ഡ്രൈഡ് ആയിട്ടുള്ള നെല്ലിക്ക എടുത്തിട്ടുണ്ട്, ഉണങ്ങിയ നെല്ലിക്ക എടുത്തിട്ടുണ്ട്, പിന്നെ ഡ്രൈ ഫ്രൂട്ട്സ് എടുത്തിട്ടുണ്ട് കേട്ടോ. മിക്സഡ് ഡ്രൈ ഫ്രൂട്ട്സ് ആണ്. അപ്പോൾ ഇത് രണ്ടും കൂടി അങ്ങോട്ട് ഇട്ട് കൊടുക്കുവാണ്. നമ്മളിപ്പോൾ ഒരുമിച്ച് അങ്ങ് ഇട്ട് കൊടുത്തേക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യാതെ. ഈ സമയത്ത് നമ്മൾ കുറച്ച് വിനാഗിരി എടുത്ത് ഒഴിച്ചു കൊടുക്കുവാണേ. നമ്മുടെ
അച്ചാറുകൾക്ക് ഗ്രേവി വരണമെങ്കിൽ നമ്മൾ വിനാഗിരി ഒഴിച്ച് വേണം കേട്ടോ ഗ്രേവി ആക്കാൻ. അല്ലാതെ ഒരു കാരണം വെച്ചാൽ വെള്ളം ഒഴിക്കരുത്. വെള്ളം അച്ചാറിന് ഒട്ടും പാടില്ല. അപ്പോൾ അധികം നാൾ നിൽക്കില്ല, കേടാകാതെ സൂക്ഷിക്കാൻ പറ്റില്ല കേട്ടോ. ഇനി നമുക്ക് ഏകദേശം പണിയൊക്കെ ഫിനിഷ് ആയിരിക്കുവാണ്. അപ്പോൾ ഈ സമയത്ത് നമുക്ക് ടേസ്റ്റൊക്കെ ഒന്ന് നോക്കിയേക്കാം. ഏതായാലും നല്ല സ്മെല്ലൊക്കെ അടിക്കുന്നുണ്ട് കേട്ടോ. നോക്കട്ടെ, കുറച്ച് ഉപ്പ് വേണം കേട്ടോ. ഇപ്പം നമ്മൾ കുറച്ചുകൂടി ഉപ്പിട്ട് കൊടുത്തായിരുന്നു കേട്ടോ. അപ്പോൾ ഏതായാലും ഉപ്പൊക്കെ നല്ല കറക്റ്റ് ആയിട്ടുണ്ട്, നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇത് നമ്മൾ കുറച്ച് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കുവാണ്. അവസാനമായിട്ട് ഇത്തിരി നല്ലെണ്ണ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കണത് ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാക്കേ. നമ്മുടെ അച്ചാറുതേ നമ്മൾ പാത്രത്തിലേക്ക് സെർവ് ചെയ്യുവാണേ. എങ്ങനെയുണ്ടെന്ന് നോക്കണ്ടേ? ഈ ടേസ്റ്റിങ് സമയമാണ് കേട്ടോ. ഇനി നമ്മൾ ടേസ്റ്റ് ചെയ്ത് നോക്കാൻ പോവാണേ. ശരിക്കും ഇല്ല, എൻ്റെ വായിൽ ഇങ്ങനെ വെള്ളം പറഞ്ഞിട്ട് കൊതിയാത്. ഏതായാലും കഴിച്ച് നോക്കട്ടെ എങ്ങനെയാണെന്ന് പറയാവേ. ഇത് ടേസ്റ്റ് ചെയ്യുമ്പോൾ എനിക്ക് തോന്നണം എല്ലാം സെപ്പറേറ്റ് വെച്ച് ടേസ്റ്റ് ചെയ്യേണ്ടി വരും. കുറേ ഐറ്റംസ് എല്ലാം കൊണ്ടേ ഏതൊക്കെ എടുക്കണമെന്നാണ് ഞാനിപ്പോൾ ആലോചിച്ചുകൊണ്ടിരിക്കണം. ഏതായാലും ആദ്യം ഒരു ഉണക്കമുന്തിരിയും ഡ്രൈഡ് നെല്ലിക്കയില്ലേ, ഉണങ്ങിയ നെല്ലിക്കയും കൂടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് വയ്ക്കാൻ പോകണേ. ശരിക്കും അടിപൊളിയാണ് കേട്ടോ അല്ലേ? എല്ലാവരും ആ മധുരമൊക്കെ വന്നിട്ട് നല്ല രസമുണ്ട്. ഇത് അല്ലാതെ അതിൻ്റെ ഗ്രേവി മാത്രമായിട്ട് ഞാൻ തൊട്ട് നോക്കിയിട്ട് പറയാവേ. ശരിക്കും ആദ്യമില്ല, ഇതിൻ്റെ ഗ്രേവി മാത്രമായിട്ട് തൊട്ട് നോക്കിയിട്ട് ചെറിയൊരു കയ്പ്പാണ് കേട്ടോ ഫീൽ ചെയ്യുന്നത്. ശരിക്കും നമ്മൾ അച്ചാറിടുമ്പോൾ തന്നെ ഒരു കയ്പ്പില്ലേ, അത് പെട്ടെന്ന് നമുക്ക് കഴിക്കാൻ പറ്റില്ല. കുറച്ചൊരു ഇരുന്നിട്ടല്ലേ നമ്മളിത് കഴിക്കണം. അപ്പോൾ ആ ഒരു കയ്പ്പ് പെട്ടെന്ന് വന്നായിരുന്നു. എങ്കിലും എനിക്കിപ്പോൾ ഒരു വിശ്വാസമുണ്ട്. ഇപ്പോൾ കഴിച്ച് നോക്കിയിട്ട് എനിക്ക് മനസ്സിലാകണത് ഈ ഡ്രൈ ഫ്രൂട്ട്സും ഈ നാരങ്ങയും ഡേറ്റ്സും ഒക്കെ തമ്മിൽ എല്ലാം കൂടി ഒരു മിക്സ് ആയി കഴിയുമ്പോൾ ഇല്ലേ, ഇതൊരു വെടിക്കെട്ട് സംഭവമായിരിക്കും കേട്ടോ. ഒരു പ്രത്യേക ഐറ്റം ആയിരിക്കും. ഇതിൻ്റെ മണമൊക്കെ അടിച്ചിട്ട് എനിക്ക് കഞ്ഞി കുടിക്കാനായിട്ട് കൊതിയാണ് കേട്ടോ. അത്രയ്ക്ക് ഫീൽ ഉണ്ട് കേട്ടോ. ഏതായാലും ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. സംഭവം വെടിക്കെട്ടാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇത്രയും നേരം വീഡിയോ കണ്ടിരുന്നതിന് എല്ലാവർക്കും നന്ദി. ഇനി ഇതിൽ നല്ലൊരു വെടിച്ചൽ വീഡിയോ ആയിട്ട് വീണ്ടും വരുമെന്ന പ്രതീക്ഷയിൽ ഇറ്റ്സ് മീ എലിസ, ജോമി സൈനിങ് ഔട്ട്.